ഫെമ കേസിൽ ബിനീഷ് കോടിയേരി ഇഡി ചോദ്യം ചെയ്യുന്നു. ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട ഫെമ കേസുകളിലാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞയാഴ്ച സമൻസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇത്തരത്തിലാണ് ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കെ പി ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സമൻസ് ലഭിച്ചിരുന്നെങ്കിലും ബിനീഷ് ഹാജരായിരുന്നില്ല. തുടർന്നാണ് പ്രധാനപ്പെട്ട ചില രേഖകളുമായി ഇന്ന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുള്ള ചില കമ്പനികൾ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായ പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും ബിനീഷ് കോടിയേരിയിൽ നിന്ന് തേടിയിട്ടുള്ളത്. വിദേശത്ത് ഏതെല്ലാം സ്ഥാപനങ്ങളുമായിട്ടാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളത്, ലംഘനം നടത്തിക്കൊണ്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ ഉറവിടം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. നേരത്തെ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ബിനീഷ് കോടിയേരിക്കെതിരെ ഉണ്ടായിരുന്നു. അത് ബംഗളൂരിലുമായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ബംഗളൂരു ഹൈക്കോടതി താൽക്കാലികമായി നേരത്തെ റദ്ദാക്കിയിരുന്നു. എന്നാൽ അതിനിടയിൽ തന്നെ ബിനാമി പേരുകളിൽ വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലും എല്ലാം തന്നെ ബിനീഷ് കോടിയേരി നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആദ്യം ഇഡിയുടെ അറസ്റ്റ് ബിനീഷ് കോടിയേരി കേസുമായി ബന്ധപ്പെട്ട് 2020 ഒക്ടോബർ 29 ആദ്യ അറസ്റ്റ് ബിനീഷ് കോടിയേരിയുടെ രേഖപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിറ്റും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ബിനാമി ഇടപാടുകളിലൂടെ കള്ളപ്പണ ഇടപാടുകൾ നടത്തുക, ഒപ്പം തന്നെ ഫെമ നിയമങ്ങളുടെ ലംഘനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിശദമായ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ബിനീഷിനെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി സഹായങ്ങൾ ചെയ്തതായി കരുതുന്ന നിരവധി ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിലും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കാർ പാലസ് ഉടമ ഇഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. നേരത്തെയും കാർ പാലസ് ഉടമയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കള്ളപ്പണം ബിനാമി ഇടപാടുകളിലൂടെ വെളുപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. നേരത്തെ ബിനീഷിന്റെ ഡ്രൈവറെ അടക്കമുള്ള ആളുകളുടെ വിവരങ്ങളും അല്ലെങ്കിൽ അവരിൽ നിന്നും ഈ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫെമ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരി നടത്തുന്നത്. വിശദമായി തന്നെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ രേഖകളുടെ പരിശോധനകൾ പൂർത്തിയാക്കിയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. മുഴുവൻ രേഖകളും സമർപ്പിച്ചതായാണ് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇഡി ആവശ്യപ്പെട്ട രേഖകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, കമ്പനി ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയെല്ലാം തന്നെ ഹാജരാക്കിയതായി അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കെ പി ബിനീഷ് കോടിയേരി ഇഡി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.